നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനീഷ്യസ് ജൂനിയർക്ക് നേരെ താൻ വംശീയ അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബെൻഫിക്കയുടെ അർജന്റീനക്കാരനായ താരം ജിയാലുക്ക പ്രസ്റ്റിയാനി ഇപ്പോൾ യുവേഫയുടെ തെളിവെടുപ്പിൽ മൊഴിയെടുപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ESPN ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ESPN പറയുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ളൊരു സോഴ്സ് അനുസരിച്ചാണ്. സോഴ്സസ് ടോൾഡ് ESPN's ബ്രൂണോ അൻഡ്രാഡെ. ESPNൻ്റെ ബ്രൂണോ അൻഡ്രാഡയോട് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരമാണ് ഇതിലുള്ളത്. അതിൽ പറയുന്നത് ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള വാക്കല്ല ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മങ്കി എന്നർത്ഥം വരുന്ന തരത്തിലുള്ള ആ വാക്കല്ല, മറിച്ച് ഒരു ആൻറ്റി ഗേ സ്ലറാണ് ഇവിടെ വിനിക്കെതിരെ 20കാരനായിട്ടുള്ള അർജന്റീനക്കാരൻ താരം പ്രസ്റ്റിയാനി ഉപയോഗപ്പെടുത്തിയത് എന്നാണ്. അതാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രസ്താവന എന്നാണിപ്പോൾ ESPN FC പറയുന്നത്. എൻ്റെ മൊഴിയെടുപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഈ ഒരു വാക്കല്ല പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ സ്പാനിഷിലൊക്കെ അതുപോലെ തന്നെ പോർച്ചുഗീസിലും മോണോ എന്ന ഒരു വാക്കാണ് ഈ കുരങ്ങൻ എന്നർത്ഥം വരുന്നത്. അതല്ല താൻ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് താൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്കാണ്. അത് പക്ഷേ റേസിസ്റ്റ് ആയിട്ടുള്ള അബ്യൂസ് അല്ല, മറിച്ച് ഈ ആൻറ്റി ഗേ ആയിട്ട് വരുന്ന ഒരു വാക്കാണ് എന്നാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രസ്താവനകളാണ് അദ്ദേഹം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം മൊഴിയെടുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ റേസിസ്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയല്ല നടത്തിയതെങ്കിൽ, ആൻറ്റി സ്ലറായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയതെങ്കിൽ എന്ത് തരത്തിലുള്ള പണിഷ്മെൻ്റാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്താണ് യുവേഫയുടെ റൂള് ഈ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള നടപടിക്രമങ്ങളാണുള്ളത് എന്നാണ് ഇപ്പോൾ ESPN FC കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. യുവേഫയുടെ ആർട്ടിക്കിൾ 14 യുവേഫയുടെ ഡിസിപ്ലിനറി റെഗുലേഷൻസിൽ പറയുന്നത്, എനി entity or person subject to these regulations who insults the human dignity of a person or group of persons on whatever grounds, including skin color, race, religion, ethnic origin, gender or sexual orientation, incurs suspension lasting at least 10 matches or a specific period of time or any other appropriate sanction. ഇതാണ് ആ റൂളിൽ പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള വംശീയമായിട്ടുള്ള അധിക്ഷേപം നടത്തിയാൽ അത് കളറിൻ്റെ പേരിലോ റിലീജിയൻ്റെ പേരിലോ എത്നിക് ഒറിജിൻ്റെ പേരിലോ, അതല്ലെങ്കിൽ ജെൻഡർ ബേസിലോ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ പേരിലോ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിയാൽ അതിന് സസ്പെൻഷനായിരിക്കും ശിക്ഷയുണ്ടാവുക. 10 മത്സരങ്ങൾ വരെ, അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 10 മത്സരങ്ങൾ വരെ വിലക്ക് വരാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പീരീഡിലേക്ക്, സ്പെസിഫിക് പീരീഡിലേക്ക് വിലക്ക് വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്രോപ്രിയേറ്റ് സാങ്ഷൻ വരാം എന്നാണ് യുവേഫയുടെ റൂളിലുള്ളത്. എന്ന് പറഞ്ഞാൽ സെയിം ട്രീറ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന റേസിസ്റ്റ് ആക്ടിനും അതുപോലെ തന്നെ ആൻറ്റി ഗേ അബ്യൂസിനും സെയിം തരത്തിലുള്ള ശിക്ഷാവിധിയാണ് യുവേഫ ഇപ്പോൾ അവരുടെ ആ ഒരു റൂളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡിഫൻസ് എടുത്തത് കൊണ്ട് രക്ഷപ്പെട്ട് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താൻ റേസിസ്റ്റ് അല്ല എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്ത് സംഭവിക്കും ഈ വിഷയത്തിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.